ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരു തരത്തിലില്ലാന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വീക്ക് നമുക്ക് ട്രിപ്പ് പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആളെ സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ വന്നിട്ടുള്ളത് ഹണി സ്പെഷ്യൽ കേക്കിലേക്ക് കേട്ടോ. അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹായ്ക്കുട്ടി വണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. ഉച്ച സമയത്തായതുകൊണ്ട് നല്ല ഉറക്കം കേട്ടോ. ഈ ഒരു ടൈമിൽ നോക്കിയിട്ടാണ് നമ്മൾ കേക്ക് ഏതാന്ന് വേണ്ടി സെലക്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ളത്. ഹണി സ്പെഷ്യൽ കേക്കിലെ മുൻകൂട്ടി ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അവരുടെ പാർട്ടി ഹാളിൽ നല്ല രീതിയിൽ അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ഡ്രിങ്കിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു വിധത്തിൽ ഹായ്ക്കുട്ടിനെ മെല്ലെ ഓണത്തിയ ശേഷം ഞങ്ങൾ നേരെ പാർട്ടി ഹാളിലേക്കാട്ടോ പോകുന്നത്. നമ്മൾ കുഞ്ഞ് സെലിബ്രേഷൻ ആരുമില്ല, ഞാനും റിജുവേട്ടനും മക്കളും അതേപോലെ അച്ഛനും അമ്മയും മാത്രം കേട്ടോ. ഹായ്ക്കുട്ടി കണ്ടിട്ട് ആകെ സത്യം പറഞ്ഞാൽ അന്തം വിട്ടിട്ട് ആകെ കൂടി നാണക്കേട് കേട്ടോ. കേക്ക് കട്ടിങ് വേണമെന്ന് പറയണമെന്ന് ഒക്കെ ആഗ്രഹമുണ്ട് താനും. ട്രിപ്പ് പോകാനുള്ള ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് ആളൊന്നും മിണ്ടാകുന്നത് കേട്ടോ. പക്ഷേ എന്ത് ചിലവ് ചുരുക്കിയാലും നമ്മളെ മക്കളെ ആ ഒരു സന്തോഷമല്ലേ, അത് നമ്മൾ ഒരിക്കലും കണ്ടില്ല എന്ന് വെക്കാൻ വേണ്ടി പറ്റില്ല. ഉള്ളപ്പോൾ ഉള്ള പോലെ, ഇല്ലാത്തപ്പോൾ ഇല്ലാത്ത പോലെ, ആ ഒരു രീതിയാണ് എനിക്ക് റിജുവേട്ടനുള്ളത് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ അതൊന്നും പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നമ്മളെ മക്കൾക്ക് ചെയ്ത് കൊടുക്കുക, ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മളെ മനസ്സിലും ഫുള്ളായിട്ട് കേട്ടോ. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെ ഇവർക്ക് സ്പെഷ്യലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള പല ഡെസേർട്ട് ഐറ്റംസ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൊന്നാണ് നമ്മൾ ഈ ഒരു പിസ്താഷ്യോ വരുന്ന ഈ ഒരു ഐറ്റം. ഈ ഒരു ഐറ്റം കുറേ കാലമായിട്ട് ചിക്കു ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കാര്യങ്ങളാണ്. ഡയറ്റ് ആയെങ്കിലും ഞാനൊരു സ്പൂൺ എന്തായാലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്ക്സിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റാത്തൊരു ടേസ്റ്റ് ആട്ടോ. 20 കിലോമീറ്ററോളം ചുറ്റളവിൽ ഇവർക്ക് ഫ്രീ ആയിട്ടുള്ള ഡെലിവറി കാര്യങ്ങൾ കേക്ക്സിലുണ്ട്. എന്തായാലും ഇവരുടെ സ്റ്റോർ വിസിറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, സർപ്രൈസ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള തീം അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് തരും. ഏതായാലും ഞങ്ങളുടെ സെലിബ്രേഷൻ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു.